ഗായ്സ്, നമുക്കിന്നൊരു ഡയറി വായിച്ചാലോ? വേറൊരാളുടെ ഡയറി അവരുടെ അനുവാദം ഇല്ലാതെ വായിക്കുന്നത് തെറ്റാണ്. ഓക്കെ ഓക്കെ പക്ഷേ നമുക്കിത് വായിക്കാം. കാരണം ഇത് വേറൊരാളുടെ അല്ല, ഇതെൻ്റെ തന്നെ ഡയറിയാണ്. ഇത് ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞതിന് മുമ്പ് ഒരു ചെറിയൊരു തുറന്നാല് വളരെ കഷ്ടപ്പെട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇതാണ് എൻ്റെ മയിൽപ്പീലി പുസ്തകം. ഇതെൻ്റെ ചേച്ചി എനിക്ക് പുസ്തകം മേടിച്ചത്. അപ്പോൾ ചേച്ചി, ഞാൻ ഡയറി എഴുതുന്ന ആളാണ്, ചേച്ചിയാണ് എനിക്ക് ഡയറി വാങ്ങിച്ചു തരാറ്. അപ്പോൾ പറഞ്ഞു ഇത് സ്ക്രാപ്പ് ബുക്കാണ്, നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചോ എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചു തന്നത്. അപ്പോൾ ഞാൻ എനിക്കിഷ്ടപ്പെട്ടവരെ പറ്റി ഇതിൽ ഡീറ്റെയിൽഡായിട്ട് എഴുതി വയ്ക്കും. കുറച്ചെത്തിയപ്പം പിന്നെ ഞാനത് നിർത്തി. കുറേ ഉണ്ട്, പിന്നെ ഇതിനൊന്നും ഇരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് നിർത്തും. ഇതാണ് എൻ്റെ ചേച്ചി. ഇത് ഇടക്കാലത്ത് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു ഈ ഡയറി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു. ഞാനിത് എവിടെയാണ് വെച്ചതെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് കാണാതെ കുറേ ഞാൻ സങ്കടപ്പെട്ട് കരഞ്ഞു. അത്രയൊക്കെ ഉള്ളൂ. ഞാൻ നല്ല വേർത്ത് കുളിക്കുന്നുണ്ട്. ഈ ഡയറി എനിക്ക് വാങ്ങിച്ചു തന്നെയാണ് ചേച്ചിയാണ്. ഞാനിത് കുറച്ച് കാലം എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിതിങ്ങനെ എവിടെയെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. കാരണം ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും എനിക്കറിയാം, പക്ഷേ ഇപ്പോഴൊക്കെയോ ഞാനത് എവിടെ വെച്ചതെന്നുള്ളത് ഓർമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ എറണാകുളത്തേക്ക്, ഒറ്റപ്പാലത്ത് നിന്ന് എറണാകുളത്തേക്ക് വന്നപ്പോഴാണ് ഇവിടെ എറണാകുളത്ത് ഈ പുസ്തകം ഇരിക്കുന്നത്. അപ്പം ഉണ്ടായൊരു സന്തോഷം. പിന്നെ എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ്. ഇതിലുള്ള ഫുള്ള് എൻ്റെ പ്രിയപ്പെട്ട മാത്രമേ ഉള്ളൂ. ഇതിൽ കുറേ പ്രിയപ്പെട്ടവരുണ്ട്, പക്ഷേ അവരെ പറ്റിയൊന്നും ഡീറ്റെയിൽഡായിട്ട് ഇടാനുള്ള സാഹചര്യം, സമയം ഇല്ല പറയാം. ഇതിലിനിപ്പോൾ എഴുതാൻ കുറേ പേരുണ്ട്. ഇതിൽ 2 അതിഥികൾ വന്നിട്ടുണ്ട്, ഏകമോള്, കണ്ണൻ, അങ്ങനെ കുറേ പേര് എഴുതാനുണ്ട്. പിന്നെ എൻ്റെ ഏട്ടനെ പറ്റി എഴുതിയിട്ടില്ല, അതായത് ചേച്ചിയുടെ ഹസ്ബൻഡിനെ പറ്റി എഴുതിയിട്ടില്ല. അങ്ങനെ കുറേ പേര് എഴുതാനുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. വായിക്കണം എന്നൊക്കെ എനിക്കുണ്ട്, പക്ഷേ വായിച്ചാൽ ഭയങ്കര ക്രിഞ്ചായിരിക്കും. ഐ മീൻ എൻ്റെ എഴുത്തൊന്നും അത്ര വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല, വലിയ സാഹിത്യമൊന്നുമില്ല. ഞാൻ ചുമ്മാ വായിച്ചുതരാം. ഞാൻ വായിച്ചതിനൊക്കെ നിങ്ങൾ തന്നെ വായിച്ചോ. കുറച്ചൊക്കെ ഉള്ളത്, ഡീറ്റെയിൽ ആയിട്ടൊന്നും വായിക്കാൻ നിൽക്കണ്ട, വട്ടാവും.